പറഞ്ഞില്ലേ, പൂർവകാമികളായ മഹാന്മാർ അനുഭവിച്ച അനുഭവങ്ങളും ത്യാഗങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിച്ചു പോയോ? ത്യാഗത്തിന് മുതിർന്ന് പ്രവർത്തിക്കണം. നമ്മൾ സ്വീകരിക്കുന്ന ഏത് വിഷയങ്ങളും ഏത് പ്രയാസങ്ങളെയും ഏത് മുൾക്കിരീടങ്ങളെയും നമ്മൾ ഏറ്റവും വലിയ പട്ടുമെത്തയായി കണ്ട് നമ്മിലേക്ക് എറിയാൻ വന്ന കല്ലുകൾ എടുത്ത് ആ കല്ലുകൊണ്ട് നമുക്കെന്ത് പണിയാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും പകരം കല്ലെറിയാതെ നമുക്കെന്ത് അവർക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ മനസ്സോടെ നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോൾ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, റബ്ബിന്റെ സഹായം അടുത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു വാഗ്ദത്തം അല്ലാഹു നിർവഹിക്കുമെന്ന നിലയ്ക്ക് സജീവമായ പ്രവർത്തന രംഗത്ത് നിങ്ങൾ മുന്നേറണമെന്ന് എല്ലാ കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമ്മേളനം എന്തുകൊണ്ടും വിജയിച്ചു, നമ്മുടെ പ്രവർത്തനം എന്തുകൊണ്ടും വിജയിച്ചു, നമ്മുടെ സംഘടന എന്തുകൊണ്ടും വിജയിച്ചു. എന്നാൽ ഇതിന്റെ പേരിൽ അഹങ്കരിക്കാതെ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ ഖുർആൻ പറഞ്ഞില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله അഫ്വാജാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോ ഖാലിദ് സാഹിബിന്റെ കൂടെ, മർഹൂം വെള്ളില ഉസ്താദിന്റെ കൂടെ ഓടി നടന്ന ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് യൂണിറ്റുകൾ രൂപീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് വലിയ സാഗരം തീർക്കാൻ മാത്രം SSFന്റെ പ്രവർത്തകരുണ്ടായി എങ്കിൽ പൂർവ്വകാലത്തുള്ള പ്രവർത്തകരെ ശ്രീയസിലേക്ക് കയറി ഉന്നതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസരമുണ്ടായെങ്കിൽ നമ്മൾ ഓർക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞ അല്പവും തന്നെ ആ വിഷയത്തിൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ വന്നു പോകാതെ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു നിർദ്ദേശിച്ച ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സഹായവും വിജയവും വന്നാൽ ആ സമയത്ത് എന്ത് വേണം? വറഅയ്ത الناس يدخلون في دين الله أفواجا, കൂട്ടം കൂട്ടമായി ആയിരങ്ങൾ ഈ നഗരിയിലേക്ക് കടന്നു വന്നതുപോലെ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ആ സമയത്ത് നബിയേ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തണം, അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനോട് മാപ്പിരക്കണം. ഇന്നഹു കാന തവ്വാബാ, അവരിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്നവർ അവരിലേക്ക് അല്ലാഹു ധാരാളമായി മടങ്ങുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കണം റഹ്മാനേ. വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫാറഖാ അലൈഹി, സ്നേഹം നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ചുകൂടി നിനക്ക് വേണ്ടി സ്നേഹിച്ച് വിട്ടുപിരിഞ്ഞ ആളുകൾക്ക് നീ പ്രത്യേകം അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം പങ്കിട്ടവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും സഹകാരികളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന സാരഥികൾ, പ്രവർത്തകർ, ഡിസ്ട്രിക്ട്, ഡിവിഷൻ, സെക്ടർ, യൂണിറ്റ് സാരഥികൾ, പ്രവർത്തകർ, അൽഹംദുലില്ലാ, നമ്മുടെ സമരം അത് കേവലം ഉപരിവിപ്ലവ പ്രഖ്യാപനമല്ല, അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രഖ്യാപിച്ച സമരമാണെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ പ്രവർത്തകർ ചെയ്തത്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇത്രയും ദിവസം കൊടും ചൂടിൽ ആ പ്രതിനിധി ക്യാമ്പുകളിൽ ഒരാൾ പോലും മാറി നിന്നില്ല. ഇന്ന് ശക്തമായ മഴ വർഷിച്ചപ്പോഴും ആ മഴയുടെ പേരിൽ ഒരാളും മാറി നിൽക്കുകയില്ലെന്ന സന്ദേശമാണ് നമ്മുടെ പ്രവർത്തകർ നൽകിയത്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തകർക്ക് ഇത് എന്നെന്നും ഒരു ഊർജ്ജം നൽകുന്ന ഒരു സമ്മേളനമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സമയത്ത് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട പേരുടെ ഉസ്താദ് അവസാനമായി ഓതി കേൾപ്പിച്ച സൂറത്തുൽ ഫത്ഹ് ആണല്ലോ. ഈ ആയത്തിറങ്ങിയ സമയത്ത് നമുക്ക് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പൊട്ടി കരയുകയായിരുന്നു. മറ്റു പലവരും ചിരിക്കുന്ന സമയം നമുക്ക് ബാഹ്യാർത്ഥം നോക്കിയാൽ ഖുർആൻ പഠനെ കെ ലിയെ പ്രൊഫസർ കാഫി ഹെ, ഖുർആൻ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ഭാഷാ പണ്ഡിതൻ മതി എന്നാണ് ചിലരൊക്കെ പറയുന്നതും. പലരും ഭാഷാ പാണ്ഡിത്യം വെച്ച് ഖുർആൻ പരിഭാഷകൾ വായിച്ച് ഖുർആന് വ്യാഖ്യാനം നൽകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാഷാ നിഘണ്ടു വെച്ച് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, അല്ലാഹുവിന്റെ ഫത്ഹ് വന്നാൽ എന്ന സന്ദേശം നമുക്ക് എത്രമാത്രം ചിരിക്കാൻ, എത്രമാത്രം ആഹ്ലാദിക്കാൻ കാരണമല്ലേ. പക്ഷേ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പൊട്ടി കരയുകയായിരുന്നു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം കേവലം ഭാഷാ നിഘണ്ടു കൊണ്ട് മാത്രം പഠിക്കാൻ കഴിയുകയില്ല. എങ്ങനെയാണ് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പൊട്ടിക്കരയാൻ കാരണമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിലേക്കുള്ള സൂചനയാണ്. അത് ഏതൊരു മുസ്ലിമിനെയും ഏതൊരു മനുഷ്യ സ്നേഹിയും വേദനിപ്പിക്കാതിരിക്കുകയില്ലല്ലോ. എങ്ങനെയാണ് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ സൂചനയായി മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ഏതൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗാർത്ഥി, ഏതെങ്കിലും ഒരു തൊഴിലാളി തൊഴിലിൽ പ്രവേശിച്ച് അദ്ദേഹം റിട്ടയർമെന്റ് വാങ്ങുന്ന സമയത്ത് താങ്ക്സ് ലെറ്റർ കൊടുത്താൽ അത് വലിയ സന്തോഷമാണ്. ഒരു ദിവസമോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിന്ന് അദ്ദേഹത്തിന് നിങ്ങൾ ചെയ്ത സേവനങ്ങൾക്ക് നന്ദി എന്നൊരു ലെറ്റർ കൊടുത്താൽ അത് സ്നേഹമല്ല, അത് ദുഃഖമാണ്. അത് മനസ്സിലാകുന്നത് ഏത് രൂപത്തിലാണ്? ആ സമയവും സന്ദർഭവുമാണ്. താങ്ക്സിന്റെ ലെറ്റർ റിട്ടയർമെന്റിന്റെ ടൈമിലാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റായി അത് ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കി വെക്കും, അതാർക്കും കാണിച്ചു കൊടുക്കും. അതേ സ്ഥാനത്ത് ഒരു 10 വർഷം 20 വർഷം കിട്ടേണ്ട തൊഴില് ഒരാഴ്ച രണ്ടാഴ്ച ജോലി ചെയ്ത് നിങ്ങൾ ചെയ്ത തൊഴിലുകൾക്ക് സേവനങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു എന്നാണല്ലോ സൂചന. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 മാസം മുമ്പ് റബീഉൽ അവ്വൽ 12-നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതെങ്കിൽ ആ വർഷത്തെ ഹജ്ജുൽ വദാഇൽ 10,000-ഓളം സഹാബത്തിനെ സാക്ഷി നിർത്തി അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധമായ ഇസ്ലാം ഞാൻ ഇതാ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയലോടുകൂടെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയാൻ അടുത്തു എന്ന് സ്വഹാബത്തിന് പലരും മനസ്സിലാക്കി. ഈ സന്ദേശം കഴിഞ്ഞ് അയ്യാമുത്ത് തശ്രീക്കിലാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ സന്ദർഭം വെച്ചുകൊണ്ട് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതവിന്റെ പ്രതീകമായിരുന്നല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാതിരാ സമയത്ത് ഉറക്കൊഴിഞ്ഞ് ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, മഹാനായ സഹീഹുൽ ബുഖാരി പ്രത്യേകം അധ്യായം തന്നെ വെച്ചില്ലേ? പടച്ചവനെ ഏതും ഉൾക്കൊള്ളാൻ നീ കഴിവ് നൽകണേ അല്ലാഹ്. ഏത് വിജ്ഞാന വിജയത്തിന്റെയും അടിസ്ഥാന ശില അതാണല്ലോ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയാൻ അടുത്തിരിക്കുന്നു എന്ന്. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് വായിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും പരിഭാഷകൾ പഠിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകത തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് താബീങ്ങൾക്ക് താബീങ്ങൾക്ക് അങ്ങനെ ഉസ്താദുമാർ മുഖേന ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു തആല അസീസ് പ്രിയപ്പെട്ട ശംസുൽ ഉലമ കുതുബി മുഹമ്മദ് മുസ്ലിയാർക്ക് അവർ തുടങ്ങി വെച്ച് അങ്ങനെ മഹാനായ ശൈഖുനൊക്കെ ഉസ്താദ്, അവിടുന്ന് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അങ്ങനെ അവിടുന്ന് തുടങ്ങി നമ്മിലേക്ക് എത്തിച്ച വ്യക്തമായ സനദോടുകൂടെയുള്ള മഹത്തായ വിജ്ഞാനം അത് കിതാബോധി തന്നെ പഠിക്കുക. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഇറങ്ങുന്ന ആയത്ത് ലഖദ് ജാഅകും
റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തുൽ തൗബയുടെ അവസാനത്തെ ആയത്ത് അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അതാണ് ഖുർആൻ, അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത് ജമാഅത്ത്. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം മാതൃകയാക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ്. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ബൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹികായത്തിൽ തന്നെ ലഖദ് ജാഅകും റസൂലുൻ ഫീ അൻഫുസികും എന്ന ആയത്ത് ചൊല്ലി എഴുതി രേഖപ്പെടുത്തിയത്. ഈ ആയത്തിന്റെ ഖവാസിൽ പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്ത് ചൊല്ലുന്ന മനുഷ്യൻ, ഓതുന്ന ദിവസം മരിക്കുകയില്ല എന്നുവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുമ്പോൾ ഈ ആയത്ത് ചൊല്ലി മന്ത്രിച്ചൂതിയാൽ പെട്ടെന്ന് ഫലം കാണുമെന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങളാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാൽ അത് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതിലേറെ നിങ്ങളുടെ ഉമ്മമാരാണല്ലോ അനുഭവിക്കുക. ഇവിടെ നിന്നൊരു അസ്വസ്ഥതയുണ്ടെന്ന് ഉമ്മാക്ക് വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഒരുപക്ഷെ നമ്മളെ റൂമിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയേക്കാം. ഉമ്മ ഉറങ്ങുകയില്ല. ഉമ്മ അതാ മനസ്സൊരുക്കെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ മകൻ എവിടെ, എന്റെ മകൻ എന്തു പറ്റി? എന്നാൽ ഉമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം കാണുന്നു. ഉമ്മ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്നു. ഈ സമൂഹത്തിന് വല്ല പ്രയാസവും വിഷമവും ഉണ്ടെങ്കിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വല്ല പ്രയാസം ഈ സമൂഹത്തിൽപ്പെട്ട വല്ലവരും ഈ ലോകത്ത് തെറ്റുവിട പറഞ്ഞ് തെറ്റുകുറ്റങ്ങൾക്ക് വിധേയനായി നരകത്തിൽ കിടന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വീണുകൊണ്ട് പറയുന്നു, സുജൂദിൽ വീഴുകയാണ്. അല്ലാഹു പറയുന്നു, തങ്ങൾ തല ഉയർത്തണം, തങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, ഇദം വാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ ലാ അർളാഹ്. എന്റെ സമൂഹത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയാൻ ഒരസ്സഫുകാരൻ, സ്വലാത്ത് പതിവായി ചൊല്ലുന്നവൻ, മൗലിദ് പതിവായി ചൊല്ലുന്നവൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതചര്യ മുറുകെ പിടിച്ചവൻ നരകത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ പുന്നാര നബി ഒരിക്കലും സ്വർഗം ആസ്വദിക്കാൻ സന്നദ്ധനല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അതാണ് ഖുർആൻ പറയുന്ന, അവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാഹ് അസീസുൻ അലൈഹി മാ അനിത്തും. അവസാനമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറങ്ങുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹിൽ ആയ അലാ റഅസി 280 വലാ റഅസി വാഹിദ 280 വാഹിദ മിൻ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ 181 ആയത്തിന്റെ ആമുഖമായി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നായത്ത് ചേർത്തി കൊടുക്കുക. അതിനുശേഷം ഖുർആൻ മറ്റൊരായത്ത് ഇറങ്ങിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ജീവിച്ചിട്ടില്ല. ഇവിടം എന്റെ പ്രിയപ്പെട്ടവരോട് സമരമാണ് ജീവിതം, സമരമാണ് ജീവിതമെന്ന പ്രമേയം നമുക്ക് നൽകുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് വഖാലിഫിൻ നഫ്സ വശൈത്താന വഇസ്ഹിമാ വഇൻഹുമാ മഹല്ലാഹ കൻസ്തഫത്തഹിമി. ശർത്താവായ അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ ആജ്ഞകൾ മനസ്സിലാക്കി അൻതഅബ്ദു റബ്ബക കഅന്നക തറാഹു വഇൻ ലം തറാ ഫഇന്നഹു യറാക്. ഞാനും നിങ്ങളും അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു എന്നെയും നിങ്ങളെയും കാണുന്നുണ്ടെന്നൊരു ബോധം നമുക്ക് വേണം. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം.